നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, നീ ചെറുതായിട്ടൊന്ന് ഉഴപ്പുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ഇടയിൽ അങ്ങനെ വലുതായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്തോണ്ടാ, വേറൊന്നുമല്ല. ഇത്രയും നാളും ഞാൻ എനിക്കിഷ്ടപ്പെട്ടതിൻ്റെ പുറകെയായിരുന്നു. ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നതിനെ സ്വന്തമാക്കാനുള്ള ശ്രമവും പാഴാവോന്നൊരു തോന്നൽ. ഏയ്, മാളുമാണ് എൻ്റെ പ്രചോദനം. അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല പണി നോക്കി പോയനെ. പുതിയൊരു പ്രൊഡ്യൂസർ തടഞ്ഞിട്ടുണ്ട്. ദൈവമേ, നടക്കട്ടെ. ഞാൻ പോയി കണ്ടിരുന്നു. പമ്പം കക്ഷിയാ. പ്രൊഡ്യൂസർ പാവാ, പക്ഷെ കൂടെ ഒരു എർത്തുണ്ട്. അയാളാ പ്രശ്നം. കഥ കേൾക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. മമ്മിയുടെ സിസ്റ്ററും കൂട്ടരും നാളെ എത്തും. നമുക്കെവിടെ കാണണ്ടേ? അതിന് ഇയാളുടെ ഫ്ലാറ്റിൽ ആണുങ്ങൾക്ക് പ്രവേശനമില്ലല്ലോ. ഉണ്ടോ? അവിടെ വേണ്ട. നമുക്ക് ഏതെങ്കിലും ഹോട്ടലോ റെസ്റ്റോറൻറ്റിലോ ടേബിൾ ബുക്ക് ചെയ്യാം, അല്ലേ? ബാബുവേ, എന്താ പരിപാടി? ആ ഗായത്രി മാഡം, ഒറ്റ മിനിറ്റ്, ഞാൻ ഈ മീനൊന്ന് റെഡിയാക്കിയിട്ട് ഇപ്പൊ വരാം. അപ്പൊ ഇന്ന് നന്നാക്കിയിട്ടല്ലേ വാങ്ങിയത്? ഓ, നന്നാക്കിയൊക്കെ തന്നെ വാങ്ങിച്ച, പക്ഷെ വൃത്തിയാവില്ല എന്നേ. എനിക്കിതിൽ കല്ലുപ്പൊക്കെ ഇട്ട് രണ്ടാമതൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ സമാധാനമാവില്ല. ഉളുമ്പ് ചോയ ഉണ്ടാവുന്നേ. ഉളുമ്പ് ചോയുള്ള മീൻ എത്ര നന്നായിട്ട് കറി വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതെന്ത് മീനാ? നല്ല നാടൻ കരിമീൻ, പെട്ടക്കണ മീനായിരുന്നു. അല്ല, എന്തിന്ന് നേരത്തെ പോരാൻ തോന്നി ബാബുവിന്റെ കൈ കൊണ്ട് മീൻകറിയും ചോറും കഴിക്കാൻ. ഓ, അവിടുന്ന് കളിയാക്കാം. ഇതെപ്പോ വാങ്ങി? ആൺകുണ്ടെന്ന് വെച്ചതാ. എന്റെ ദൈവമേ, ഇന്ന് കാക്ക മലന്ന് വർക്കുമല്ലോ. ബീർ കഴിക്കാൻ പോണ. ഇതൊന്ന് തുറക്കണല്ലോ ബാബു. ഓപ്പണർ എവിടെ? ഓപ്പണർ ആവശ്യ സമയത്ത് ഈ സാധനം എവിടെയും കാണുകയില്ല, കിട്ടുകയില്ല. ഇങ്ങനെ സ്പൂണോ? ഗ്ലാസ് വേണോ? ദൈവമേ, ഗ്ലാസും വേണ്ടേ? ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസാ. അതെന്താ? എന്നോട് പറ. ജോലിക്കയറ്റം കിട്ടി. പിന്നെ ബാബുവിനോട് ഞാനൊരു രഹസ്യം പറഞ്ഞോട്ടെ. ഇത് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. പറയ്. പ്രേമിക്കരുത്. ഇനി അഥവാ പ്രേമിച്ചു കഴിഞ്ഞാൽ അവനെ തന്നെ കെട്ടണം എന്നായിരുന്നു എനിക്ക്. അങ്ങനെ ഒരാളെ പ്രേമിച്ചു. 1.5 വർഷം. വീട്ടുകാരെല്ലാരും സമ്മതിച്ചു. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ഈ ഫ്ലാറ്റ് എടുക്കാൻ തന്നെ കാരണം അവനാ. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സാന്ദ്ര. സത്യത്തില് അവൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനതിന് പറഞ്ഞ എക്സ്ക്യൂസ് ഏറ്റവും വലിയ രസം. അവന് ഓർമ്മയില്ലായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാണ്, കള്ളിൻ്റെ പുറത്ത് സംഭവിച്ചതാണ്, അങ്ങനെയൊക്കെ. എന്നിട്ടെന്താ, അന്ന് ഉപേക്ഷിച്ചതാ. പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. അയ്യോ, ഇനി ചിലപ്പോ അയാള് പറഞ്ഞ സത്യമാണെങ്കിലോ മാഡം? എന്റെ കാളിദാസൻ സാറില്ലേ, ചില ദിവസം എങ്ങനെയാ, വെള്ളം അടിച്ച ഒരു ഓർമ്മയില്ല, പിറ്റേ ദിവസം തുണിയില്ലാണ്ട് കിടന്ന് ഉറങ്ങുന്നേ. ഇതങ്ങനെയൊന്നല്ല. പക്ഷേ ഇപ്പോഴെന്നെ സ്ഥിരം വിളിക്കും. 3 പ്രാവശ്യം ഞാൻ നമ്പർ മാറ്റി. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് വിളിക്കും. ഭയങ്കര സ്നേഹമുണ്ട്, അല്ലാണ്ടാണ്. പിന്നെ കുറെ ലെറ്റേഴ്സ് വരും ഓഫീസിലേക്ക്. ഞാൻ വായിക്കാറൊന്നുമില്ല, കീറിക്കളയും. ഇപ്പൊ 1 വർഷമായി. ഇന്നലെ സാന്ദ്രയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ പോയില്ല, അവൻ പോയിത്രേ. ചിലപ്പോ ഞാൻ വരുന്ന് വിചാരിച്ചിട്ടാവും അല്ലേ? പക്ഷെ അവൻ കുടിച്ചില്ല അത്രേ. കണ്ട കുറ്റബോധം. ഗായുന് പുരുഷശാപം കിട്ടും. എന്താ പുള്ളിയുടെ പേര്? അബി. എവിടെ ജോലി? ICICIയിൽ ബാങ്ക് മാനേജറോ. എവിടത്തെ ശാഖ? ഇവിടെ തോപ്പുംപടി.
മാഡം ആ ഫോണൊന്ന് തരാമോ? ആരെ വിളിക്കാന്? ഗേൾഫ്രണ്ട് ഉണ്ടാ? അയ്യേ, ഞാൻ ഹനുമാൻ സ്വാമി ഭക്തനാ. അതെ, ആശ വേണമെങ്കിൽ അവിടെ ഇരുന്നോ, ഞാൻ നോക്കിയിട്ടൊക്കെ വരാം. വളരെ പ്രശസ്തമായിട്ടുള്ള ചിത്രമായിരുന്നു. തുക്ക ജാദവ് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ പെയിന്ററുടെ. ഇത് വളരെ ഡിമാൻഡുള്ള ഒരു പെയിന്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇയാളൊരു അന്ധനായിരുന്നു. കാഴ്ചയില്ലാത്ത ഇയാള് നമ്മുടെ MF ഹുസൈൻ്റെ പേരിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. ഒരു സെക്കൻഡ്. ഹലോ ഹലോ റോങ് നമ്പർ. ഇത് പഴയ കൊടൈക്കനാൽ റോഡ്. ഇന്നത് മൊത്തം മാറിപ്പോയി. അന്ന് ഈ ഹലോ കട്ടായി. ഇതെന്താ? ഇത് വളരെ പ്രശസ്തമായിട്ടൊരു ഗ്രീക്ക് മോൾഡാണ്. ആഹാ, ഒരുപാട് എമൗണ്ട് ഓഫർ ചെയ്തുകൊണ്ട് വന്നിരുന്നു. ഇത് നന്നായിട്ടുണ്ട്. കൊടുത്തില്ല. ഒരു സെക്കൻഡ്. കൊള്ളാം. ഹലോ ആരായത്? ഹലോ സ്റ്റോപ്പ്. താനാണോ നൗഫൽ? അതെ. എന്താ തന്റെ പേര്? അതല്ലേ ചേട്ടൻ ആദ്യം ചോദിച്ചേ. അന്ന് അത് പോട്ടെ, വേറെ ചോദ്യം ചോദിക്കാം. താനൊരു പെൺകുട്ടിയെ പ്രേമിച്ച് അപമര്യാദയെ പെരുമാറി ഇപ്പൊ 2 ദിവസമായിട്ട് അവരുടെ ഫോൺ പോലും ചെയ്യാതിരിക്കുകയാണെന്ന് അറിഞ്ഞു. ശരിയാണോ? ആരാണ് ആ പെൺകുട്ടി? എന്റെ സഹോദരിയാണ് ആ പെൺകുട്ടി. ഫോൺ എടുത്ത് ഫോൺ ചെയ്യും. അത് ശരി. ചേട്ടാ, ഈ സഹോദരി ആരാന്ന് അറിഞ്ഞാലല്ലേ എന്റെ സഹോദര എനിക്ക് ആ സഹോദരിനെ വിളിക്കാൻ പറ്റുള്ളൂ. ഓഹോ, അപ്പൊ നിനക്ക് എന്നെ പറഞ്ഞ മനസ്സിലാവണില്ല അല്ലേ? നിനക്കപ്പൊ ഏതൊക്കെ പെണ്ണുങ്ങൾ അറിയാം? എന്റെ ദൈവമേ, പൊന്നു ചേട്ടോ, ഇതാണ് ആ ചേട്ടന്റെ സഹോദരി. എന്തി നിപ്പ വൈറസ് ഇല്ലേ, അതിനെ വെട്ടു. ചേട്ടൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. ഞാൻ കൊണ്ട് പറയണ്ടോ, എന്തായാലും ഞാൻ പെട്ടു. ആണോ? നീ വലിയ മണി അടിക്കലൊന്നും ബാച്ചേട്ടനെ മണി അടിക്കണ്ട ചേട്ടാ. ഞാൻ പറഞ്ഞ കാര്യം ചോദിക്ക്. ഈ കുട്ടി പറയുന്നതെല്ലാം സത്യമാണോ? ആ കൈ ഇങ്ങനെ കുക്കുബാബു ചേട്ടൻ അല്ലേ? സ്ത്രീ പീഡനം പറയണില്ലേ? ദേ ഇതാണ് ഐറ്റം, കണ്ടില്ലേ? എന്റെ പൊന്നു ചേട്ടാ, മനസമാധാനം എന്ന് പറഞ്ഞ സാധനം എന്റെ ജീവിതത്തിൽ ഇവിടെ തന്നല്ലോ. അത്രക്കും ടോർച്ചറിങ് ആണ്. ഫോൺ ചെയ്താൽ കുറ്റം, ഫോൺ ചെയ്തില്ലെങ്കിൽ കുറ്റം, സംസാരിച്ചാ കുറ്റം, സംസാരിച്ചില്ലെങ്കിൽ കുറ്റം. എന്റെ പൊന്നു മസിലേട്ടാ, മതിയാ എനിക്ക്. എന്റെ നിനക്ക് മതിയാവും. നിനക്ക് വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ. ആ അശ്വതിക്ക് ഫേസ്ബുക്കിൽ കമന്റ് സൂപ്പർന്ന്. കുക്കുബാബു ചേട്ടാ, ഒരാളുടെ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ആ ഫോട്ടോയിൽ സൂപ്പർ എന്ന് കമന്റ് ഇട്ടാൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഒരു തെറ്റും. ദേ, ഇനി നീ എങ്ങാനും എന്നെ വേദനിപ്പിച്ച വനിതാ പോലീസിനും വനിതാ കമ്മീഷനും ഒക്കെ ഞാൻ പരാതി കൊടുക്കും. നമ്പറൊക്കെ ഞാൻ നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പാ. ഇപ്പൊ നീ ഒന്ന് പേടിച്ചില്ലേ? ഇനി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യ. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ പോകണം. നടക്കില്ല, ഒന്നും നടക്കില്ല. അതിനൊന്ന് വിട്ടേക്ക്. ഒന്ന് പോടാ. നീ അല്ലാതെ എനിക്ക് ആരാ ഉള്ളത്? ഫസ്റ്റ് റൗണ്ട് ബിക്കിനി പോയാ മതിയെന്ന്. കൺവെൻഷണൽ റൗണ്ട് ലാസ്റ്റിലേക്ക് പോയാ പോരെ? സി കൺവെൻഷണൽ റൗണ്ടിൽ സാരി. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യും. ഹലോ, കേശവൻ ചേട്ടനാണേ. ആ മാളുവിന്റെ ആന്റിയും കുഞ്ഞമ്മയും കുഞ്ഞപ്പനൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ അയ്യോ, എന്താ പറഞ്ഞോണ്ടേ? അയ്യോ അല്ല, പറഞ്ഞോട്ടു. 27 കുഞ്ഞമ്മയും കൊച്ചപ്പനും കെട്ടിയെടുത്തിട്ടുണ്ടെന്ന്. റൗണ്ട് അല്ല, സോറി, ഞാൻ തിരിച്ചു വിളിക്കാം. മാളു, എന്താ? വാ. നിന്റെ കുഞ്ഞമ്മയും കൊച്ചപ്പനും താഴെ കെട്ടിയെടുത്തിട്ടുണ്ടെന്ന്. കുഞ്ഞമ്മേ കൊച്ചപ്പനോ? ആ, അയ്യോ, കോളമായി. കോളോ ആയോന്നാ? ആശാൻ അവിടെ? അയാൾ അയാളുടെ റൂമിൽ കാണും. ഇവളുടെ കുഞ്ഞമ്മയും കൊച്ചപ്പനും എല്ലാം കൂടെ കെട്ടിയെടുത്തിട്ടുണ്ട്. അതന്നെ. ഓ, ശൃംഗാരപദ പാടും. ആശാനെ, ഒന്ന് പുറത്തു വന്നേ. അയ്യോ, ഞാനേ സോപ്പ് ഇട്ടോണ്ടിരിക്കാ. ഇപ്പൊ വരാം. ബാബു മതി. അയ്യോ, എന്തു പറ്റി? ഇവിടെ കുളിച്ച ശരിയാവില്ല. ആശാനൊന്ന് വന്നേ. എന്താ? ആ മാളുവിന്റെ കുഞ്ഞപ്പനും കുഞ്ഞമ്മയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വാ. ആണോ? ഒരു മിനിറ്റ്, ഞാൻ ഈ പതയൊക്കെ ഒന്ന് കഴിക്കണം. സമയമില്ല. എടുത്ത് വെച്ചോ, ഞാൻ ഉടനെ വരാം. അഭിനയിക്കാനല്ലേ? ഞാൻ റെഡി.
സോപ്പൊക്കെ അവിടെ ഇരുന്നോട്ടെ. കഴുകാൻ നേരമില്ല. എന്നെ കാണല്ലേ ഇവിടെ വന്നേക്കണെ? ഇറങ്ങി വാ. അയ്യേ നിങ്ങളൊക്കെ മാറും, എനിക്ക് നാണാ. അതിന് ഈ ചെക്കനെ കാണാനല്ല അവര് വരണേ. ഞാനീ പതയൊക്കെ ഒന്ന് കഴുകാൻ വാ, പറയട്ടെ. അതൊക്കെ അവിടുന്ന് കഴുകാം. തൊടണ്ടേ? ഞങ്ങൾ അനുമാൻ ഭക്തന്മാരെ നക്തരായിട്ട് പെണ്ണുങ്ങൾ കാണാൻ പാടില്ല. അടക്കി. അവരിവിടുന്ന് പോകുന്നവരെ ഒരു സൗണ്ട് ഉണ്ടാവാൻ പാടില്ല, കേട്ടല്ലോ? പോലീസ് നായ്ക്കളുടെ ഗ്യാങ്ങാ വരുന്നത്. കേറ്. ഇന്നെങ്ങാനും പോവോ അവര്? മോളെ മമ്മി പറഞ്ഞായിരുന്നു നിങ്ങൾ വരുമെന്ന്. മോളെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എത്ര പ്രാവശ്യം ഫോട്ടോ കണ്ടിരിക്കുന്നു. ആണല്ലേ? അല്ല, ഞാൻ ഗായത്രി. ക്ഷമ. ആ ക്ഷമ. ഈ കുട്ടി പഠിക്കുന്ന കുട്ടി. ഹായ്. ആൻ. പദ, ഞാൻ പാത്രം അല്ല തുണി കഴുകായിരുന്നു. എന്താ പെട്ടെന്ന്? അതെ, ഞാനാ പറഞ്ഞത് ഇവരോട് പോയി പറയാതെ പോയിട്ട് സർപ്രൈസ് ആക്കാന്ന്. നല്ല സർപ്രൈസ് ആയേനെ. സർപ്രൈസ് ആയി. ആയില്ലേ? അതാ അതിന്റെ ഒരു ഇത്. സുമി എന്താ ചായ? ഇവിടെ വന്നിരിക്കും. ആയിരിക്കും കുഞ്ഞമ്മ. എന്താ മൂട്ടോ? ഓ നല്ല സ്പ്രിങ്ങാ, ഇരുന്നോ. ആരാ അവിടെ കുളിക്കുന്നേ? അയ്യോ, ഇത് കുളിക്കുന്നതല്ല, പിന്നെ പൈപ്പ് അടച്ചിട്ടില്ല. ആണോ? ക്ഷമേ, നീ പോയി പൈപ്പ് അടച്ചേ. ആ വേഗം പൈപ്പ് അടയ്ക്കും, വെള്ളം പഴക്കി കളയരുത്. അല്ലേ സുമി? ഈ കിളവന് ഒടിഞ്ഞ കഥാണല്ലോ. അത് ഈ കുടുംബത്തിന്റെ ശാപം തോന്നുന്നില്ലേ? അധികം ആർഭാടം വേണ്ട, കുളിച്ചത് മതി. അതെ, ഞാൻ പത കഴിക്കളയാ. പൈപ്പ് ഓഫ് ചെയ്യ്. വെള്ളത്തിന്റെ സൗണ്ട് പുറത്ത് കേൾക്കണം. ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കും. അപ്പൊ ആദ്യം ഞങ്ങൾ ഇവിടെ താമസിക്കാന്നാ വിചാരിച്ചേ, നിങ്ങളുടെ ഒക്കെ കൂടെ. അപ്പൊ നിന്റെ അമ്മ പറഞ്ഞേ ഞങ്ങൾ പുറത്ത് താമസിച്ചോളെ. ഞങ്ങൾ ഓയ വഴി റൂം ബുക്ക് ചെയ്തേ. ഏസി റൂമ ബുക്ക് ചെയ്തിരിക്കുന്നേ. നിങ്ങളെന്നും ബുദ്ധിമുട്ടിക്കിട്ടാന്ന് കരുതിയാട്ടോ. നിന്റെ മമ്മി പറഞ്ഞിരിക്കുന്നേ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യണോ? അതെ അതെ. അല്ല, നിന്റെ ചെക്കന്റെ സ്വഭാവേ. മൊത്തത്തിലൊന്ന് അറിയണമല്ലോ. ഇവിടെ എത്ര ബെഡ്റൂം ഉണ്ട് മോളെ? വാ സുമി, എല്ലാം നോക്കാം. അങ്കിളെ, ഇവിടെ 4 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം. സോറി, 3 ബെഡ്റൂം. പിന്നെ ഇവിടെ 2 വലിയ ലിവിംഗ് റൂം ഉണ്ട്. പിന്നെ ബാറ്, പിന്നെ വലിയ ബാൽക്കണി, കിച്ചൺ. അവിടെ കിച്ചൺ. അങ്ങോട്ട് പോവാങ്ങളെ, കിച്ചണിലേക്ക് പോവാം. കിച്ചൺ. ഇത് നമ്മുടെ 2ാമത്തെ ലിവിംഗ് റൂം. ഇതൊരു അമേരിക്കക്കാരൻ ശങ്കർദാസ് സാറിന്റെ ആയിരുന്നു. ആളുടെ ഭാര്യക്ക് രാശിയില്ല എന്ന് പറഞ്ഞിട്ടേ കൂട്ടിയിട്ടിരിക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് രാശി? കുഴപ്പമില്ല. ആഹാ, കൊള്ളാമല്ലോ. ബാറൊക്കെ ഉണ്ടല്ലോ. അതിങ്ങനെ വെറുതെ ഷോക്ക് വേണ്ടി വെച്ചിരിക്കുന്ന. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. എന്നാ അങ്ങോട്ട് വാ. വെൽക്കം. ഓ ഇതാ നല്ല സ്ട്രോങ്ങാ. അച്ഛനെ പഴയ ബിൽഡറാ, ബിൽഡർ. അങ്കിള് ബോഡി ബിൽഡറാ? നോ, കൺസ്ട്രക്ഷൻ. ബോഡി ബിൽഡിംഗ് എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ സുമി ചെറുതേക്കാ. വാ, അടുത്ത മുറി കാണാം. ഇവിടെ ഇവിടെ എന്താ? ഇനി അപ്പുറത്ത്. റൂമെല്ലാം നീറ്റാ കേട്ടോ. താങ്ക് യു അങ്കിൾ. ഇതെന്നാ? ഇതേതാ മുറി? എന്റെ റൂമ് ഭയങ്കര അലമ്പായിട്ടിരിക്കുക. എന്റെ റൂമ് അഴുക്ക, ക്ലീൻ ചെയ്തിട്ടില്ല, നീറ്റല്ല. ആഹാ, ഈ മുറി നീറ്റാണല്ലോ. ഇതിപ്പോ നീറ്റായി. അയ്യോ ചേച്ചി, ചേച്ചി അതിൽ കയറില്ല. അഴുക്കല്ല, വെള്ളമില്ല. ചേച്ചി ഓടി ബാത്റൂമിൽ കയറി. അവിടെ എന്ത് നടക്കും? എന്തു നടക്കാൻ? ഒരു റിയാക്ഷനും ഇല്ലല്ലോ. എവിടെ? ബാബു ചേട്ടോയ്. ബാബു, അവര് പോയോ? അപ്പം മോനെ, ചിലപ്പം നിനക്ക് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ പണി ഉപേക്ഷിക്കേണ്ടി വരും.
കല്യാണം കഴിഞ്ഞ നിങ്ങളെ രണ്ടുപേരും കൂടി അങ്ങ് അമേരിക്കയ്ക്ക് കൊണ്ടുപോകണമെന്നാ സൂസിയുടെ പ്ലാൻ. അവളോടെ 10-20 വർഷം ആയല്ലോ. ഇവർക്ക് പിന്നെ വിസയുടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. 10 വർഷത്തെ കൂടെ വിസ ഉണ്ട്. രണ്ടുപേർക്കും കൂടെ പോയി സുഖമായിട്ട് ജീവിക്കാമെന്നേ. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ, ഇപ്പോഴത്തെ കാര്യം പറ. അല്ലേ കുഞ്ഞമ്മ? ആ പറയാം. നിനക്ക് പ്രത്യേകിച്ച് വല്ല ഡിമാൻഡും ഉണ്ടോ കുഞ്ഞെ? പെണ്ണിനെ കെട്ടിച്ചേരാ, അത്രേ ഉള്ളൂ. പെണ്ണിനെ കെട്ടിച്ചേരാ അതൊരു വിഷയമല്ല. അതല്ലാതെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? എടാ ചിക്ലി വല്ലതും വേണോന്ന്? വേണോ? വേണ്ടേ? ഇവൻ കിട്ടിയാ വാങ്ങും. അതിപ്പോ ഞാനായാലും വാങ്ങും. അല്ലേ സുബി? ആ കഥയൊന്നും പറയണ്ട. പൈസയുടെ കാര്യം സൂസിക്ക് ഒരു വിഷയമേ അല്ല. ഞങ്ങൾ ഇനി എന്നാ മോന്റെ വീട്ടിലേക്ക് വരേണ്ടത്? ഇന്ന് പറയണം. അതിനാ ഞങ്ങൾ വന്നത്. ആ സുമി, നീ സൂസി ഒരു വീഡിയോ കോൾ വിളിച്ചേ. ആ ഇനി വീട്ടുകാരുടെ പെർമിഷൻ വല്ലതും? വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് പെർമിഷന്റെ ആവശ്യമൊന്നും. ആകെ ഉള്ളത് മമ്മിയും പെങ്ങളുവാ. അവർക്ക് രണ്ടുപേർക്കും മാളുവിനെ നന്നായി അറിയാം. ഞാനെപ്പോഴും സംസാരിക്കാനുണ്ട് ഇവിടെ മമ്മിയായിട്ട്. എന്നാലും ചടങ്ങ് ചടങ്ങായിട്ട് നടത്തണം. അല്ലേ സുമി? അതൊക്കെ അതെ. നമുക്കിതിൽ കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട, വയറ് ഫുള്ളാ. ബാക്കിയുള്ള നിങ്ങൾ ഓർഡർ ചെയ്യും. നമുക്ക് ഓർഡർ ചെയ്യാം. എക്സ്ക്യൂസ് മീ. ആ കിട്ടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിംഗ് ആണ്. എന്തായി കാര്യങ്ങൾ? ആണോ? ഞങ്ങളോട് എല്ലാവരും ചർച്ചയില്ല. ആരൊക്കെ കണ്ടോ? ഹായ് മമ്മി. ആ പിന്നെ സൂസി കേൾക്കണില്ലേ ഇത്? സൂസി, നിനക്ക് എപ്പോഴാ വരാൻ സൗകര്യപ്പെടുക? അതനുസരിച്ച് വേണം എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. എനിക്ക് എന്ന് വേണമെങ്കിലും ലീവ് കിട്ടും. മൈക്കിളിന്റെ പ്രശ്നം, അവനിപ്പോ കാഷ്വാലിറ്റിയിലാ ഡ്യൂട്ടി. അതുകൊണ്ട് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. മാളൂനൊന്ന് കൊടുത്തേ. ഞാൻ മാളിന് കൊടുക്കാം. മമ്മി, ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ ഡ്രീം പ്രൊജക്ട് ബ്ലാക്ക് കോഫി, അതിന്റെ ഷൂട്ട് നെക്സ്റ്റ് വീക്ക് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പോരെ മമ്മി? നമുക്കൊരു നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വെച്ചാലോ? അല്ലെങ്കിൽ ഡിസംബറിൽ വെക്കാം. അതാവുമ്പോ മമ്മിക്ക് ക്രിസ്മസും കൂടാലോ. അത്രയ്ക്ക് നീട്ടണ്ട. നീ ഡേവിസിന്റെ ഫോൺ ഒന്ന് കൊടുത്തേ. ഇന്ന ഡേവി. ഹായ് മോനെ. അധികം നീട്ടിക്കൊണ്ട് പോണ്ട. ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് വരാം. ഞാൻ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗ് നടക്കട്ടെ. ഇതിന് കുറച്ച് സമയം മതിയല്ലോ. ഞാനിവിടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പറഞ്ഞു കഴിഞ്ഞു എൻഗേജ്മെന്റിന്റെ കാര്യം. നീ വാങ്ങിയോ? മമ്മി, ഞാൻ ഇന്ന് ഇവന് കറക്റ്റ് ഡേറ്റ് പറയാം. ഇവന്റെ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ. തന്നെ അമേരിക്കൻ സ്വഭാവം എടുക്കല്ലേ. നീ ഫോൺ കൊടുത്തേ. ഇഷ്ടപ്പെട്ടോ എന്റെ ഡിസൈനാ? എന്നാ ഞാൻ മഞ്ജു, റോഷന്റെ ഭാര്യ. അറിയാം. നിനക്കെന്താ പറയണ്ടേ? ഇന്ന് നിന്റെ വിവാഹോർപ്പിക്കലാന്നറിയാം. അതുകൊണ്ടാ വന്നത്. അങ്ങനെ ഒരാൾ മാത്രം സൂചിച്ചാൽ പോരല്ലോ, അല്ലേ? മഞ്ജു പ്ലീസ്, ഞാൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫ് ഫുൾ ചേഞ്ചായി. അവനെ കാണുമ്പോൾ നിന്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് പഴയ പോലെ ആവണം. എനിക്കും ഹാപ്പിയായി ജീവിക്കണം. അതിനെന്താ ചെയ്യേണ്ടത് ഒരുപാട് ആലോചിച്ചു. നിനക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പറയാം, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ജീവിച്ചിരിക്കരുത്. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ലെന്ന് എഴുതി വെച്ചിട്ട് നീ ആത്മഹത്യ ചെയ്യണം. അപ്പോൾ പഴയതുപോലെ ഇങ്ങനെ എല്ലാം മറന്ന് സന്തോഷമായിട്ട് ജീവിക്കും. പറ്റോ? മഞ്ജു പ്ലീസ്. റോഷൻ മഞ്ജുവിൻ്റെ ഭർത്താവാന്ന് അറിയാതെ ഞാൻ അയാളെ സ്നേഹിച്ചത്. അതറിഞ്ഞ നിമിഷം ഞാൻ അയാൾ ഒഴിവാക്കിയത്. അത് നീ പറയുന്ന ന്യായം. നീ ഒരു ഗുണ്ടയെ വിട്ട് റോഷൻ്റെ മൊബൈൽ തകർത്തെന്ന് വെച്ച് അതിൽ വീഡിയോസും ഫോട്ടോസൊന്നും ഇല്ലാതാകുന്നില്ല, അറിയോ? അത് മുഴുവൻ ഇപ്പം എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. അത് ഞാൻ നിൻ്റെ അമ്മയ്ക്കും ചേട്ടനും അയച്ചു കൊടുക്കും. അവരും കാണട്ടെ. പിന്നെ നിൻ്റെ പുതിയ കാമുകനും. റോഷൻ പരമെന്നറിയും. നീ പിരിഞ്ഞു പോയപ്പോൾ കള്ളം കുടിച്ചവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. നിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം അവൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്ത് പുതിയ പാസ്വേഡ് ഉണ്ടാക്കി വിശദമായി എല്ലാം ഞാൻ കണ്ടു. ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മളെന്താ ഓർഡർ ചെയ്ത്? ആ തങ്കക്കടലാസൊക്കെ ചുറ്റും സാധനം. ചിക്കൻ ഡ്രംസ്റ്റിക്സ്.
ആ വാ. നമുക്ക് നാളെ കാണാം. എൻ്റെ കുഞ്ഞമ്മയും കൊച്ചപ്പനും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പ്ലീസ് ഞാൻ പൊക്കോട്ടെ. വെറും ചെറ്റാണ് അവൻ. ചെറ്റ റാസ്കൽ. അവന്റെ മട്ടും ഭാവവും വർത്തമാനം കണ്ട ആരെങ്കിലും വിചാരിക്കൂ? അല്ലെങ്കിൽ ഈ ഓവർ ഭവ്യത കാണിക്കണ എല്ലാവരും ഫ്രോഡാ. ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു 6 months ആയിട്ടുണ്ടാവില്ലേ ഇവൾ അവനോട് സംസാരിച്ചിട്ട്. എന്നിട്ട് ഇപ്പം എന്താ മഞ്ജുവിന് ഇങ്ങനെ തോന്നാൻ? അതും ഡേവിസായിട്ട് ഡേറ്റ് ഉറപ്പിക്കണ അതേ ദിവസം തന്നെ. എന്റെ മാളു, നീ ഇത്ര മണ്ടിയായി പോയല്ലോ. അമേരിക്കയിലൊക്കെ പോയി പഠിച്ചെന്ന് വെച്ച് ഇത്തിരി വിവരം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അവൻ ചോദിക്കുമ്പോഴേക്കും തുണി ഊരി കൊടുക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. ഞാൻ കൊടുത്തതല്ല, അവൻ ചിലപ്പോൾ ഉറങ്ങുപ്പെടുത്തായിരിക്കും. എനിക്കറിയില്ല. അവൾ അരഞ്ഞെടുത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഐ നോ, നിനക്ക് അവനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമായിരുന്നു. കല്യാണം കഴിക്കാനും ആഗ്രഹം ഉണ്ടായിരുന്നു. അവനിങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഇവള് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ അവനിത് മനഃപൂർവ്വം ചെയ്തതാവില്ലേ, നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട്? ആ, ചില കോപ്പന്മാരുണ്ട്. സ്നേഹിച്ച പെണ്ണിന്റെ ഫോട്ടോ കാണണമെങ്കിൽ വിദേശത്ത് പോയാൽ പ്രത്യേകിച്ചും കപടതയില്ലാത്ത സ്നേഹത്തിന് ഉടുതുണിയില്ലാത്ത ഫോട്ടോ തന്നെ വേണം. എന്നിട്ട് അവന്മാരുടെ ഒരു ഡയലോഗ് ഉണ്ടാവും, അയ്യോ ചക്കരെ എന്താ, എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കാനല്ലേ, കണ്ട ഉടനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം. ഇതൊക്കെ കേൾക്കേണ്ട താമസം ഇവളുമാര് നല്ല ഇന്റർനാഷണൽ പോസ്റ്റ് ഇട്ടങ്ങോട്ട് അയച്ചു കൊടുക്കും. അവൾ പറഞ്ഞ പോലെ എന്റെ ഫോട്ടോസ് എങ്ങനെ അവളുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്റെ ഏട്ടനും അമ്മയും കണ്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മതിയാൻ, ഇവളിത് പേർപ്പസ്ലി ചെയ്തോന്നല്ലോ. ഇതിപ്പോ അവൻ ചീറ്റ് ചെയ്തല്ലേ? എന്ത് ചീറ്റ് ചെയ്തത്? പ്രേമമില്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ ആർക്കും. ഇതന്നെ കുഴപ്പം. അതൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാ, നോക്കിയും കണ്ടൊക്കെ മതിന്ന്. അവനെ കണ്ടറിയാം. അതിന്റെ ഇടക്ക് ഫോൺ. ക്ഷമ, ഒരു മിനിറ്റ്. ആ, ഒറ്റ സെക്കൻഡ്. ജനിച്ചിട്ട് ആദ്യമായിട്ട് മുള്ളി വന്നു. സോറി. എന്താ മിസ്റ്റർ ഇത്? ഹലോ. ഇനി പറ പോലെ. നിന്നെ ഞാൻ സ്നേഹിച്ചു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. നീ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ തന്നിട്ടുണ്ട്, അറിയാലോ. നീ എങ്ങാനും എന്നെ ചതിച്ചാലുണ്ടല്ലോ. നീ എന്തീ പറഞ്ഞേ? ഞാനിപ്പോ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്യണോ? വേണ്ട, നീ അവിടുന്ന് വീഡിയോ കോൾ ഒന്നും ചെയ്യണ്ട. നീ എങ്ങാനും എന്റെ തുണിയില്ലാത്ത ഫോട്ടോ ആവശ്യപ്പെട്ടാലുണ്ടല്ലോ, നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. എന്ത്? ആൺവർഗത്തിന് നീ ഒരു ശാപം ആവരുത് നൗഫലെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ. നീ എന്നോട് ചോദിക്കരുതട്ടോ. പെണ്ണുങ്ങളെ കൊണ്ടും ആണുങ്ങളുടെ ഒരു പ്രശ്നേ. അതെ, ഞാനിപ്പോ ഇതിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. ഇന്നത്തെ ഷോയിനൊന്ന് റെഡിയാവോ? അത് നടന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഓ, ഇനി ആരാണാവോ? ബാബുചേട്ടനോ? ആ, ഇത് എവിടെയായിരുന്നു? നീന്തലക്കൊക്കെ ഇപ്പൊ എന്താ വിലന്നറിയോ മാഡം? ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് November 26th അല്ലേ? സോറി ചക്കരെ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കേ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക്സ്. ഹാപ്പി ബർത്ത്ഡേ ഗായു. അല്ല, ഇതെങ്ങനെ ആശാന് കറക്റ്റ് ആയിട്ട് മനസ്സിലായി? ബൊക്കെയൊക്കെ കൊണ്ടുകൊടുത്തിരിക്കുന്നു. നമ്മുടെയൊക്കെ ബർത്ത്ഡേ ഓർക്കാനും ആളില്ല. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം ആഘോഷിക്കണേ, ഫെബ്രുവരിയിലല്ലേ? അല്ല, ഇന്ന് എന്താ പരിപാടി? നമ്മളെന്താ ചെയ്യാ? ബോബി, ബോബി, ഡോ, താനെന്ത് വൃത്തിയുടെ പണിയാ കാണിക്കുന്നേ? ഫോൺ എടുക്കാത്ത എന്താ? എടോ, താൻ വലിയ ആളായോണ്ടൊന്നുമല്ല, ഇഷ്ടമുള്ളോണ്ടാ. ബോബി, എടോ, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പറ്റണില്ല. വേറെ എന്തൊരു സ്പീഡ്, അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലാഞ്ഞിട്ടല്ല, പറ്റണില്ല, വിറഫിലാണ്. 1:30 മണിയായോ അമ്മേ? എവിടെയായിരുന്നു? എത്ര നേരം ബെല്ലടിച്ചോ? അയ്യോ, ഞാൻ കേട്ടില്ല. ഡബിങ് ആയിരുന്നല്ലേ? പണി വിട്ട് കഴിഞ്ഞിട്ടേ ഒരു ടച്ച് പോവാതിരിക്കാൻ വേണ്ടി TV മ്യൂട്ട് ചെയ്തിട്ട് ചുമ്മാ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ ഒരു സ്പീഡേ, ലിപ് മൂവ്മെന്റ് ഒക്കെ എന്തൊരു ഫാസ്റ്റാ. ലിപ് മൂവ്മെന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ പറ്റി ഇരിപ്പുണ്ടോ? അയ്യോ, ഞാനൊന്നും ഉണ്ടാക്കിയില്ല.
നിങ്ങൾ രാത്രിയിലേ വരൂന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? ആ മുസരീസിന് പോകാന്ന് പറഞ്ഞ അവര് വന്നില്ല, ഫ്ലൈറ്റ് മിസ്സായിരുന്നു. അയ്യോ, ഒരു അരമണിക്കൂർ. ഇത് ഇപ്പൊ ചോറും കറി ഉണ്ടാക്കി തരാം. എടി ഫ്രിഡ്ജൊന്നും ഇരിപ്പില്ലേ? അത് വെച്ചിട്ടാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഞാൻ